പോയി അവിടെ 5 നേരത്തെ നമസ്കാരം നിർവഹിച്ച് ദുആ ചെയ്ത് ഖുർആനൊക്കെ ഓതി വെളുപ്പിനെ സുബഹി നിസ്കരിച്ച ശേഷം അവിടുന്ന് എല്ലാ ഹാജിമാരും ലോകത്തിലെ ഏറ്റവും വലിയ സമ്മേളന നഗരിയായ അറഫയിലേക്ക് യാത്ര പോവുകയാണ്. എല്ലാവരും അറഫയിലേക്ക് യാത്ര പോവുകയാണ്. നാളെയാണ് അറഫ സംഗമം നടക്കുന്നത്. ജാതിയും വർണ്ണവും എല്ലാം അതീതമായി എല്ലാ മനുഷ്യരും ഒന്നാണെന്ന ഏറ്റവും വലിയ മഹത്തമായ സന്ദേശം ലോകത്ത് വിളിച്ചു കാണിച്ചു കൊടുക്കുന്നു. 25 ലക്ഷത്തിൽ പല വരുന്ന ജനങ്ങൾ അവിടെ വർഗമില്ലാതെ വർണ്ണങ്ങളില്ലാതെ എല്ലാവരും പണക്കാരനില്ല പാവപ്പെട്ടവരെന്നില്ലാതെ എല്ലാ ആളുകളും വ്യത്യാസങ്ങളൊന്നും കൂടാതെ എല്ലാ ജനങ്ങളും ഒത്തുചേർന്ന് വലിയ സുന്ദരമായ സംഗമം അറഫയുടെ മണ്ണിൽ നാളെ നടക്കുന്നുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ഇജാബത്ത് കൊടുക്കുമാറാകട്ടെ. അറഫ സംഗമവും കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകുന്നു. അവിടെ രാത്രിയിൽ അല്പം തങ്ങിയതിനു ശേഷം വീണ്ടും മിനയിൽ വന്നിട്ട് ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്നു. അന്ന് അവർക്ക് പെരുന്നാളിന്റെ ദിവസവും കൂടിയാണ് അന്ന്. അപ്പൊ അവിടെ അന്ന് പെരുന്നാളാവുമ്പോൾ നമുക്ക് ഇവിടെ നോമ്പാണ്, അറഫയുടെ നോമ്പാണ്. നമുക്ക് അറഫ നോമ്പ് ഈ വരുന്ന ഞായറാഴ്ച ദിവസമാണ്. ശനിയാഴ്ച രാത്രിയിലെ അത്താഴം കഴിച്ച് ഞായറാഴ്ചയാണ് നമുക്ക് അറഫയുടെ സുന്നത്ത് നോമ്പ്. ദുൽഹിജ്ജ 9 സുന്നത്തും തിങ്കളാഴ്ച നമുക്ക് ബലിപെരുന്നാളുമാണ്. ആവശ്യം നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമായ അറഫയുടെ നോമ്പ് ഒരാളും ഒഴിവാക്കരുത്. ശ്രേഷ്ഠമായ സുന്നത്തായ നോമ്പാണ്. പലരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, അവിടെ അറഫ നാളെ ആയതുകൊണ്ട് നമുക്ക് നോമ്പ് നാളെയാണ്. അങ്ങനെയല്ല. അവിടെ ദുൽഹിജ്ജ 9, അത് നാളെയാണ് ദുൽഹിജ്ജ 9. നമുക്ക് ഇന്ന് ദുൽഹിജ്ജ 7 ആയതേ ഉള്ളൂ. നമുക്ക് നാളെ 8 ഞായറാഴ്ച 9. ദുൽഹിജ്ജ 9 അന്നാണ് അറഫ സംഗമം. അറഫയിൽ നിൽക്കുന്നവർക്ക് നോമ്പ് പിടിക്കൽ സുന്നത്തില്ല. അറഫ അല്ലാത്ത നാടുകളിൽ, അറഫ അല്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നവർ ദുൽഹിജ്ജ 9 അന്ന് നോമ്പ് പിടിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നിൽക്കുന്ന ദിവസം അവിടുന്ന് നോമ്പ് പിടിച്ചിട്ടില്ല. അത് കാരണമായി അറഫയിൽ കൂടുന്നവർ നോമ്പ് പിടിക്കേണ്ടതും ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ റുവിയ ശൈത്താന യൗമൻ ഫീഹി അസ്ഗറു വലാ അദ്ഹറു വലാ അഹ്ഖർ വലാ അഅ്ളമ മിൻഹു യൗമ അറഫ. ആകാശം മുതൽ വാഗ്ദാനം ചെയ്യുന്നു, അന്ത്യദിനവും ജുമുഅ ദിവസവും അറഫ ദിവസവും ഇവയെല്ലാം കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നുണ്ട്. വസ്സമാഇ ദാത്തുൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂർ. ആകാശത്തിനെ തൊട്ട് അവസാന ദിവസത്തെ തൊട്ട് വെള്ളിയാഴ്ച ദിവസത്തിനെ തൊട്ട് അറഫ ദിവസത്തിനെ തൊട്ട് അല്ലാഹു സത്യം ചെയ്ത് പറയുകയാണ്. അപ്പോൾ തന്നെ അറഫയെ തൊട്ടുകൊണ്ട് അല്ലാഹു സത്യം ചെയ്യുകയാണെങ്കിൽ ആ അറഫയുടെ പ്രാധാന്യം അത്രയ്ക്കും വലുതാണ്. ലോകമെങ്കാടുമുള്ള ലോകത്തിന്റെ എല്ലാ നാനാഭാഗങ്ങളിലുമുള്ള വർഗങ്ങളും നിറങ്ങളും ഭാഷകളും എല്ലാം ഒരേ മണ്ണിൽ സമ്മേളിക്കുന്ന സുന്ദരമായ നിമിഷമാണ്. അവിടെ ഇന്ത്യക്കാരനും അവിടെ പാകിസ്ഥാൻകാരനും അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും ബ്രസീൽക്കാരനും ജർമ്മനിയും ഇറ്റലിയും സുറോക്കയും അടക്കം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും എല്ലാ നിറത്തിലുമുള്ളവർ, എല്ലാ വർണ്ണത്തിലുമുള്ളവർ, ഭാഷയിലുള്ളവർ, ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ, ഫ്രഞ്ച് സംസാരിക്കുന്നവർ, ഡച്ച് സംസാരിക്കുന്നവർ, മലയാളം സംസാരിക്കുന്നവർ, തമിഴ് സംസാരിക്കുന്നവർ, കന്നഡ സംസാരിക്കുന്നവർ തുടങ്ങിയ രാജ്യത്തിന്റെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, ലോകത്തിന്റെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, പ്രൗഢിയുള്ളവർ, സമ്പത്തുള്ളവർ, അഹങ്കാരത്തിന്റെ അത്യുന്നതയിൽ വസിക്കുന്നവർ, അങ്ങനെ തുടങ്ങി ഏറ്റവും താഴെ ഘട്ടത്തിലുള്ളവർ എല്ലാവരും
ഒരൊറ്റ വേഷത്തിൽ ഒരൊറ്റ സമയത്ത് ഓരോ രീതിയിൽ ഒരുമിച്ച് ചേരുന്ന സുന്ദരമായ സമത്വ മാനവികതയുടെ യഥാർത്ഥ മഹാസംഗമമാണ് നാളെ അറഫയുടെ മണ്ണിൽ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇമാമിൽ പറയുന്നുണ്ട്, ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ, 2 കലിമയാണ്. ഒന്നാമത്തെ കാര്യം 5 നേരത്തെ നിസ്കാരമാണ്, റമദാനിലെ നോമ്പാണ്, സകാത്താണ്, വിശുദ്ധമായ ഹജ്ജാണ്. ഈ ഇസ്ലാമിന്റെ 5 കാര്യങ്ങളും 5 കർമ്മങ്ങളും, ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മം അത് അറഫയിൽ നിൽക്കുന്ന കർമ്മമാണ്. ഇസ്ലാമിന്റെ 5 കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഹജ്ജ്. ഈ ഹജ്ജിന്റെ സുപ്രധാനമായ ഘടകം അത് അറഫയാണ്. അൽ ഹജ്ജു അറഫ. ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബ് പഠിച്ചു, ഹജ്ജിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കടമ അത് നിർവഹണം അറഫയാണ്. ഉംറയ്ക്ക് അറഫയുടെ സംഗമമില്ലല്ലോ. അറഫയിൽ സംഗമിക്കണത് ദുൽഹിജ്ജ 9 അന്ന് തന്നെ സംഗമിക്കണം. എന്തിനാണ് അറഫയിൽ സംഗമിക്കുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പിതാമഹൻ ആദം നബി അലൈഹിസ്സലാമും നമ്മുടെ മാതാവ് ഹവ്വാ റളിയല്ലാഹു അൻഹയും സ്വർഗ്ഗത്തിൽ നിന്നും അവരെ ഭൂലോകത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് പരസ്പരം കാണാതെ അറിയാതെ ഒരുപാട് വർഷങ്ങൾ ഈ ദുനിയാവ് ഇങ്ങനെ ചുറ്റി നടക്കുന്നു. അവസാനം ഇതുപോലൊരു മാസത്തിൽ സമയത്തിൽ ആ പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് ആദം നബിയും ഹവ്വാ ഉമ്മയും കണ്ടുമുട്ടുകയാണ്. ആ കണ്ടുമുട്ടിയ സ്ഥലത്ത് വെച്ച് അന്ന് അറഫ എന്ന് പേരിട്ടു. പരസ്പരം കണ്ട് അറിഞ്ഞ സ്ഥലം, മനസ്സിലാക്കിയ സ്ഥലം അറഫ. ആ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലക്ഷോപലക്ഷം വിശ്വാസികൾ നാളെ അറഫയുടെ മണ്ണിൽ തടിച്ചുകൂടുന്നത്. ആ സമയത്ത് അവരോട് ഐക്യപ്പെട്ടുകൊണ്ട് ഈ വിശ്വാസി ഹൃദയങ്ങൾ ദുൽഹിജ്ജ 9 സുന്നത്ത് നോമ്പെടുക്കണം. അറഫയുടെ സുന്നത്ത് നോമ്പെടുക്കണം. അറഫയുടെ സുന്നത്ത് നോമ്പ് വലിയ പുണ്യമുള്ള നോമ്പാണ്. ഹജ്ജത്തുൽ വദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വലിയ പ്രഭാഷണം നടത്തുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ മാനവിക സന്ദേശങ്ങളാണ് UN അടക്കമുള്ള ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള പല മേഖലകളിലും പിടിച്ചു കൊടുക്കപ്പെടുന്ന വലിയ പ്രസംഗം നടക്കുന്നുണ്ട്. ഈ ലോകത്തുള്ള നീതിയെ കുറിച്ച് പറയുന്നു, അക്രമങ്ങളെ കുറിച്ച് പറയുന്നു, അനീതിയെ കുറിച്ച് പറയുന്നു, ജാതി വിവേചനങ്ങളും വർഗ വിവേചനങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നു, എങ്ങനെ യുദ്ധങ്ങൾ നടക്കണം, എങ്ങനെയാണ് ഇടപെടേണ്ടത്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ പറ്റി പറയുന്നു. സ്ത്രീകളെ പറ്റി പറയുന്നു, പുരുഷന്മാരെ പറ്റി പറയുന്നു, സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റി പറയുന്നു. അങ്ങനെ വലിയൊരു പ്രസംഗം ഈ അറഫയുടെ മണ്ണിൽ അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി പ്രസംഗിച്ച വലിയ പ്രഭാഷണം ഈ ദിവസത്തിൽ നമ്മൾ ഓർക്കപ്പെടേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യങ്ങളെല്ലാം നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് അറഫാ ദിവസത്തിന്റെ പുണ്യം ലക്ഷ്യമാക്കി, അറഫാ ദിവസത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി, അന്നത്തെ ദിവസം ആര് നോമ്പ് പിടിക്കുന്നുണ്ടോ അവൻ അല്ലാഹു നരകത്തിൽ നിന്ന് മോചനം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അത് മാത്രമല്ല 2 കൊല്ലത്തെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് റസൂൽ. ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെയും ഇനി വരാൻ പോണ ഒരു കൊല്ലത്തിന്റെയും മുഴുവൻ പാപങ്ങളും അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് റസൂൽ. അതുകൊണ്ട് ഈ വരുന്ന ഞായറാഴ്ചയാണ് അറഫയുടെ നോമ്പ്. എല്ലാവരും കഴിവിന്റെ പരമാവധി പിടിക്കണം. ഇപ്പം ഇതിൽ തന്നെ നോമ്പ് പിടിച്ച് പലരും ഉണ്ടാകും. ദുൽഹിജ്ജയുടെ 1 മുതൽ നോമ്പ് പിടിച്ചവരും ഉണ്ടാകും. എന്നിരുന്നാലും ഏറ്റവും ശ്രേഷ്ഠമായ 2 ദിവസങ്ങൾ അത് നാളെയും മറ്റന്നാളുമാണ്. ദുൽഹിജ്ജ 8ഉം 9ഉം പുണ്യമുള്ളതാണ്. നല്ല പുണ്യമാണ് 8നും 9നും പിടിക്കല്. ഞാൻ 8നും പിടിക്കാൻ പറ്റില്ലെങ്കിൽ ഞായറാഴ്ച ദുൽഹിജ്ജയുടെ 9ന്റെ നോമ്പെങ്കിലും പിടിക്കണേ മുഅ്മിനെ. അത് സുന്നത്താണെന്ന് കരുത്. വലിയ പുണ്യമുള്ളതാണ്. ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ സമ്മേളിക്കുന്ന കൂട്ടത്തിൽ പിടിക്കുന്ന നോമ്പ് റമദാനിൽ പോലും കിട്ടൂല പുണ്യം. റമദാൻ മാസത്തിൽ ഹജ്ജില്ല. ഈ മാസത്തിൽ ഹജ്ജുമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, സ്വതക്കയുണ്ട്, നിസ്കാരമുണ്ട്, എല്ലാം ഈ മാസത്തിലുണ്ട്. വാഴ് പുണ്യം നേടാൻ അറഫയുടെ സുന്നത്ത് നോമ്പ് അത് മുടങ്ങാതെ പിടിക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആദരവുകളും എല്ലാ ആദരവുകളും ആദരിക്കപ്പെടുന്ന വസ്തുക്കളും അതൊന്നും വ്യക്തികളിലേക്ക് ചേർത്തുകൊണ്ടുള്ള ആരാധനയല്ല. പരിശുദ്ധമായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതൊരു അനുസ്മരണമാണ്, ഒരാണ്ട് നടത്തലാണ്. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയി, വാപ്പായും ഉമ്മായൊക്കെ മരണപ്പെട്ടു പോയി, നമ്മൾ ആണ്ട് നടത്താറുണ്ടല്ലോ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എല്ലാ ആളുകളും നടത്താറുണ്ട് ആണ്ട് എന്ന് പറഞ്ഞാൽ. സുന്നത്ത് ജമാഅത്തിന് മാത്രമേ ഈ ഹജ്ജ് ഉൾക്കൊള്ളാൻ പറ്റൂ. ഈ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആണ്ട് നേർച്ചയാണ്. ഹാജറ ഉമ്മയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും എല്ലാവരെയും സ്മരിക്കുന്ന ഒരു ആണ്ട് നേർച്ചയാണ്. കൊല്ലം നടത്തുന്നു എല്ലാ ദുൽഹിജ്ജയിലും പോയിട്ട്. എന്താണ് സഫയിൽ ചെയ്യുന്നത്? സഫാ മർവയുടെ ആ മലയിൽ കയറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഹാജറ ഉമ്മ കയറിയ മലയാണ് സഫ. 7 പ്രാവശ്യം സഫയിലും മറവിലും ഇങ്ങനെ ചുറ്റി നടന്നു. തന്റെ കുട്ടിക്ക് ഇസ്മായിൽ എന്ന് പറയുന്ന പിഞ്ചു മകന് മുലയിൽ പാല് തീർന്നു പോയി, കുടിക്കാൻ വെള്ളമില്ലാതെ ഇങ്ങനെ നെട്ടോട്ടോടുമ്പോൾ കല്ലും മുള്ളും എല്ലാം പാറയും ചോട്ടി വലിയ മല. ഇന്ന് പോയാൽ ആ മല കാണില്ല. ഇന്ന് പോയാൽ നല്ല എയർ കണ്ടീഷനുള്ള നല്ല അടിപൊളി ഗ്രാനൈറ്റ് മാർബിളൊക്കെ ഇട്ട് നല്ല സുന്ദരമായ ഒരു സ്ഥലത്തിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ എൻഡിൽ ചെറിയ രീതിയിൽ ഒരു ഗ്ലാസ്സിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ആ മല കാണാൻ കഴിയും. പക്ഷെ ആ ഹാജറ ഉമ്മയുടെ ത്യാഗം ഇന്നില്ലെങ്കിലും അവിടെ നിങ്ങൾ അനുസ്മരിച്ച് പറ്റൂ. ആ മലയിൽ ഓടുന്നത് ഹാജറ ഉമ്മയെ ഓർത്തുകൊണ്ടാണ്. എന്നിട്ട് അല്ലാഹു പിന്നെ പഠിപ്പിക്കുന്നു, വത്തഖദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. നിങ്ങളോട് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒരു കാര്യം. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിക്കുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. എന്താണ് അല്ലാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നത്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അല്ലാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നു. പല ആളുകളും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ആയത്ത് കൂടിയാണ്. അല്ലാഹു പറയുന്നു, ഇദാ സഅലക ഇബാദി, എന്റെ അടിമ എന്നോട് ചോദിച്ചാൽ അന്നീ, അവനെ തൊട്ട് ഫഇന്നി, നിശ്ചയം ഞാൻ ഖരീബ്, അടുത്തവനാണ്. ഞാൻ നിങ്ങൾ അടുത്തുള്ളവനാണ്, നിങ്ങൾ അടുത്തിരുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ദുആ ചെയ്യാനോ സിയാറത്തിനൊന്നും പോകണ്ട. അല്ലാഹു അടുത്തുള്ള നിങ്ങൾ ദുആ ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞ അല്ലാഹു എന്തിനു വേണ്ടിയിട്ട് 8-9 ലക്ഷം മുടക്കിയിട്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി കഅബയിൽ പോകാൻ പറയുന്നു? ആ നാട്ടിലുള്ള പള്ളിയിൽ ചെയ്ത പോലെ എന്തിനാ അല്ലാഹു അങ്ങനെ പറഞ്ഞു? എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ടല്ലോ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഇജാബത്ത് നൽകുന്നു. എന്താ വ്യാഴാഴ്ച ദുആയ്ക്ക് ഇജാബത്തില്ലേ? ബുധനാഴ്ച ഇജാബത്തില്ലേ? ചൊവ്വാഴ്ച ഉണ്ട്. വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകത ഉണ്ട്. എന്താണ്? യൗമുൽ ജുമുഅ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ്. ജുമുഅ ദിവസമാണ്. അത് മുഅ്മിനീങ്ങളുടെ പെരുന്നാൾ ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസത്തിൽ ഇജാബത്ത് നൽകുന്നു. അത് പ്രത്യേക പവർ നൽകുന്നു. അതുകൊണ്ട് അല്ലാഹു നിങ്ങളുടെ അടുത്തുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നിങ്ങളുടെ അടുത്താണല്ലോ ഉള്ളത് പഠിപ്പിച്ചത് എങ്ങനെ? പിന്നെ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടിക്കൊണ്ട് 6-7-8 ലക്ഷങ്ങൾ മുടക്കി കഅബ ശരീഫിൽ പോയിട്ട് ഹജ്ജ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ പോയി ദുആ ചെയ്യുന്നത്? നിങ്ങൾ അറഫയിൽ പോയി ദുആ ചെയ്യുന്നത് എന്തിന്? അത് പുണ്യമുള്ളതുകൊണ്ട്. ആദം നബി അലൈഹിസ്സലാമും ഹജറ ബീവിയും നിന്ന സ്ഥലമാ പുണ്യമുണ്ടെന്ന് പറഞ്ഞു. അത് പുണ്യമുള്ളത് കൊണ്ടാണ് അവിടെ പോകുന്നത്. അതെ, അതാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നു. അതാണല്ലോ ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നു. സഅലക, അവിടെ പോയാൽ നിങ്ങൾക്ക് ഇജാബത്ത് കിട്ടും, കൂടുതൽ ശ്രേഷ്ഠതയാ. അറഫയിൽ പോയി ദുആ ചെയ്താൽ ഈ സമയം ഈ പള്ളിയിൽ നിന്ന് ദുആ ചെയ്യുന്ന പോലെയാണോ അറഫയുടെ മണ്ണിൽ പോയി ദുആ ചെയ്യുന്നത്? ഈ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കുന്ന പോലെയാണോ ഹറമിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കുന്ന? അല്ല. ഓരോ സ്ഥലങ്ങൾക്കും ആ സ്ഥലത്തിന് പ്രത്യേകത അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആയത്ത് അതിന് വ്യത്യസ്തമല്ല. ഈ ആയത്ത് കൊണ്ട് പഠിപ്പിക്കണം. അത് തെറ്റിദ്ധരിക്കുന്നവർക്ക് വേറെയുണ്ട്.
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് പലതിനും പലതിനേക്കാളും പ്രത്യേകതകളുണ്ട്. എന്ന് ഖുർആനിലല്ലേ അല്ലാഹു പഠിപ്പിച്ചത് നമ്മളോട്. നിങ്ങൾ വസീലത്താക്കണമെന്ന് പഠിപ്പിച്ചു. എന്ന ആയത്ത് അല്ലാഹു പഠിപ്പിച്ചത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അമ്പിയാക്കളെ ചേർത്ത് നിർത്തല്, ഔലിയാക്കളെ ചേർത്ത് നിർത്തല്, അവരുടെ മഖാമത്താറുകളെ സന്ദർശിക്കല് ഒക്കെ പുണ്യമാണ്. ഏർവാടിയിൽ പോകുന്നതും ആറ്റാങ്കരയിൽ പോകുന്നതും ഭീമാപ്പള്ളി കണക്കമുള്ള ഞങ്ങൾക്ക് ഉറപ്പുള്ള ഹഖീഖത്തായിട്ട് ഉറപ്പുള്ള പുണ്യമായ മഹാന്മാര് അന്ത്യമുറങ്ങുന്ന പള്ളികളിൽ സന്ദർശനം നടത്തി അവിടെ സിയാറത്ത് ചെയ്യല് അത് സുന്നത്താണ്. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ്. അവിടെ കാട്ടിക്കൂട്ടുന്ന ഹറാം പൊറുപ്പുകൾക്കും തോന്നിവാസങ്ങൾക്കും ഇതെതിരല്ല. ഏർവാടിയിൽ തോന്നിവാസമുണ്ട്, ഇതെന്നല്ല ഉണ്ട്. നടക്കുന്നത് നടക്കും, നാളുകൊണ്ട് പറഞ്ഞ് ഉപദേശിക്കാൻ പറ്റുന്നത് ചെയ്യും. അതിനപ്പുറത്തോട്ടുള്ള നമുക്ക് സ്വാധീനമില്ല. ദീന് പറഞ്ഞു കൊടുക്കാനേ പറ്റൂ. അവിടെ നടക്കുന്ന വിവരദോഷങ്ങൾ ഏർവാടിയിലായാലും ആറ്റിങ്ങലിലാവട്ടെ, ഭീമാപ്പള്ളി, ഏതൊക്കെ പള്ളിയുടെ കീഴിൽ ഇതിന്റെ പേരിൽ നടക്കുന്ന ആഭാസത്തരങ്ങളും ഇസ്ലാമിക വിരുദ്ധമാകുന്ന കാര്യങ്ങളും ഉണ്ട്. അതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സിയാറത്ത് അത് തെറ്റാണെന്ന് പറയാൻ പറ്റൂല. എന്നാൽ ഈ ഹജ്ജ് എന്തിനു വേണ്ടി പോകുന്നത്? അപ്പോൾ പുണ്യമാക്കപ്പെട്ടത് മഹാന്മാരുടെ ശരീരങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. നമ്മൾ പോയിട്ട് അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്യുന്നു, അവിടെ ഒരു യാസീൻ ഓതുന്നു, കിടക്കുന്ന മഹാൻ ഹദിയ ചെയ്യുന്നു, അവർ റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ സ്ഥലത്തിന് പുണ്യമുള്ളതുകൊണ്ട്, കിടക്കുന്ന സ്ഥലത്ത് പുണ്യമുണ്ട്. അവിടെ തോന്നിവാസങ്ങൾ നടക്കും. അത് വിവരമില്ലാത്തവരാണ്, ജാഹാര്യത്തിന്റെ ആൾക്കാരാണ്. അത് ഏത് കാലഘട്ടത്തിലും ഉണ്ടാവും. അങ്ങനെ തോന്നിവാസങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. പോയാൽ ഉപദേശിക്കാൻ പറ്റുന്നത് ഉപദേശിച്ചു കൊടുക്കണം, തെറ്റ് കണ്ടാൽ എതിർക്കണം, അതൊക്കെ ചെയ്യണം. അതിന് കഴിഞ്ഞിട്ട് അത് മുഴുവനും തെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വസീലയാക്കണമെന്ന് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ചോദിച്ചു നോക്കട്ടെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, സഫയിലും മറവയിലും നിങ്ങൾ സഅയ് ചെയ്തതിനു ശേഷം അല്ലാഹു പറയുന്നു, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. ഇബ്രാഹിം നബിയുടെ കാൽച്ചുവട്ടിന്റെ കീഴിൽ വന്ന് നിസ്കരിക്കണമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. സഫയിലും മറവയിലും സഅയ് ചെയ്തിട്ട് ഈ ഹറമിന്റെ മതാഫിൽ എത്രയോ സ്ഥലം കിടക്കുന്നു. അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം നബിയുടെ കാൽച്ചുവട്ട് പാടുള്ള മഖാം ഇബ്രാഹിം, അതിന്റെ ചുവട്ടിൽ നിങ്ങൾ നിസ്കരിക്കണം. അപ്പൊ ഒരാൾ പോയി അതിന്റെ ചുവട്ടിൽ നിസ്കരിച്ചാൽ ആ കല്ലിനെ അത് ആരാധിച്ചതാവോ? ആവുമോ? ഇല്ലല്ലോ. അത് നിബിതങ്ങൾക്ക് ഇബ്രാഹിം നബിക്ക് അല്ലാഹു കൊടുത്ത സ്ഥാനം. അവർ ആ കല്ലിൽ നിന്നുകൊണ്ടാണ് ഈ കഅബ ശരീഫ് അല്ലാഹു ഇത്രയും രീതിയിൽ ഉയർത്താൻ ഇബ്രാഹിം നബി ആ കല്ലിൽ ചവിട്ടി നിന്നുകൊണ്ട്. അതുകൊണ്ട് ഇബ്രാഹിം നബിയോട് കൊടുക്കുന്ന റെസ്പെക്ട്, അവിടത്തേക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനമാണ്. നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മഖാമിന്റെ പിന്നിൽ പോയി നമസ്കരിക്കണം എന്ന് പറയുന്ന അവിടെ നിസ്കരിച്ചാൽ അത് ആ ഇബ്രാഹിം നബിയുടെ ആ മഖാം ഇബ്രാഹിമിന്റെ ആ കല്ലിനെ ആരാധിക്കുന്നതല്ലല്ലോ. അതുപോലെ കഅബ ശരീഫിലെ ഏറ്റവും ചുവട്ടിലായിട്ട് ഒരു കറുത്ത കല്ല് കാണാം, ഹജറുൽ അസ്വദ്. അത് മുമ്പ് ഹജറുൽ അബിയദായിരുന്നു, വെളുത്ത കല്ല, സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്. ആ കല്ല മുഴുവൻ കാണാം. ആ കല്ലിനെ ചുംബിക്കാനാണല്ലോ അവിടെ ഏറ്റവും കൂടുതൽ ഉന്തും നടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചുംബിച്ചിട്ട് പോയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്നിട്ട് ചുംബിക്കുന്നു കല്ലിനെ. എന്നിട്ട് പറഞ്ഞു, കല്ല് നീ വെറും ഒരു കല്ലാണെന്നറിയാം, പക്ഷെ എന്റെ റസൂൽ ചുംബിച്ച കല്ലാണ്. അപ്പൊ കല്ലിന്റെ മഹത്വം കൂടി. സ്വർഗ്ഗത്തിൽ വന്ന കല്ലാണ്, ആ കല്ലിൽ ചുംബിക്കുന്നു. അത് തബറുക്കാണ്, ആദരവാണ്, ആരാധനയല്ല. ആദരവും ആരാധനയും രണ്ടാണ്. വാപ്പായെ കണ്ടിട്ട് എണീറ്റ് നിൽക്കുന്നത് ആരാധനയല്ല, ആദരവ്, ബഹുമാനമാണ്. മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് പോയി നിസ്കരിക്കുന്നത് ഇബ്രാഹിം നബിയുള്ള ആദരവ്, സ്നേഹമാണ്, ഒരിക്കലും ആരാധനയല്ല. അതുകൊണ്ട് സിയാറത്ത് ചെയ്യാൻ മഹാന്മാരുടെ അടുക്കലേക്ക് ആ മഹാന്മാരുടെ സ്നേഹം കൊണ്ട് അവിടെ പോകുന്നു, അവിടെ സിയാറത്ത് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അവിടെ കാട്ടിക്കൂട്ടുന്നതിൽ നമ്മുടെ പങ്കല്ല. അതൊക്കെ തെറ്റ് തന്നെയാണ്.
അതങ്ങോട്ടൊന്നും സിയാറത്ത് എതിരല്ലെന്നല്ല പറയുന്നത്, സുന്നത്താണത്. അള്ളാഹുവിന്റെ ഹബീബ് ബദറിൽ പോയിട്ട് ദുആ ചെയ്ത് കാണിച്ചു തന്നില്ലേ? ഉഹുദിൽ പോയി കാണിച്ചു തന്നില്ലേ? ബദരീങ്ങളുടെ അടുക്കൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലും സഹാബികളും കൂട്ടമായി ദുആ ചെയ്ത് കാണിച്ചു തന്നില്ലേ? ഇതല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിന്റെ കീഴിൽ ഒരുപാട് തോന്നിവാസങ്ങൾ എവിടെയും നടക്കും. അതിലൊന്നും ഇസ്ലാമിനെ പഴിചാരേണ്ട കാര്യമില്ല. അത് ജാഹിലീങ്ങൾ, അറിവില്ലാത്തവർ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ. അത് എതിർക്കേണ്ടതിനെ ശക്തമായി എതിർക്കുക. അതിനപ്പുറത്തോട്ട് പോയൊന്നും ചെയ്യാൻ ഈ രാജ്യത്തിന് നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനം കൊടുത്തത് കൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ ചാരത്ത് ആ മഖാം ഇബ്രാഹിം പോയി നിസ്കരിക്കാൻ പറയുന്നത്. ആ മഖാം ഇബ്രാഹിം ഖുർആൻ പറയുന്ന വത്തഖിദു മിൻ മഖാം ഇബ്രാഹിം മുസല്ല. ആ മഖാം ഇത്രയും കിടക്കുന്നില്ല, 10-60,000 നിൽക്കുന്ന സ്ഥലം കിടന്നിട്ട് പോലും ഇബ്രാഹിം മഖാമിന് അടുത്ത് വന്ന് നിസ്കരിക്കണം. അതിന് പുണ്യമുണ്ട്, അതിന് പവറുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ദുആയുടെ എല്ലാം കുൽക്കാലങ്ങൾ കൊണ്ടുപോയി ദുആ ചെയ്യേണ്ട സ്ഥലം എവിടെ? അറഫയുടെ മണ്ണിൽ ദുആ ചെയ്യണം. ഈ കഅബയുടെ മുമ്പിൽ ദുആ ചെയ്താൽ എന്താ സ്വീകരിക്കൂലേ? അതല്ലല്ലോ. അതിന് ഓരോന്നിനും ഓരോ പവർ അല്ലാഹു കൊടുത്തത് കൊണ്ടാ. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്ന് പറയുമ്പോ ഒരു ആണ്ട് നേർച്ചയാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അവിടുത്തെ ജീവിതത്തിനെ ഓർക്കുകയാണ്. ഉദഹിയത്ത് എന്താണ് ചെയ്യുന്നത്? എന്താണ് ഉദഹിയത്തിന്റെ സുന്നത്ത്? അത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്ത ഒരു സംഭവം. ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കുന്ന ആ ഒരു സംഭവത്തിന്റെ പ്രതീകാത്മകമാണല്ലോ ഉദഹിയത്ത്. എല്ലാ കൊല്ലവും നടത്തുന്ന ആണ്ട് നേർച്ചയാണ് വിശുദ്ധമായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ. മുസ്തലിഫയിലും മിനയിലും ഒക്കെ തങ്ങുന്നു. എല്ലാത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് അതൊക്കെ പുണ്യമാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വലിയ ആശയത്തിൽ മാത്രമേ ഹജ്ജ് ചെയ്യാൻ നമുക്ക് സാധ്യമാകൂ. അതുതന്നെയാണ് ഹജ്ജിന്റെ ലക്ഷ്യവും കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധാരണകളിൽ കൂടെ, അറിവില്ലായ്മയിൽ കൂടെ ആരെങ്കിലും എന്തെങ്കിലും വിട്ട് പഠിപ്പിച്ചു തരാത്തത് കൊണ്ട് ഖുർആനും ഹദീസും ഗൂഗിളിന്റെ ട്രാൻസ്ലേഷൻ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം പഠിക്കുന്നത്. ഗൂഗിളിന്റെ ട്രാൻസ്ലേഷൻ വെച്ചുകൊണ്ടാണ് ഖുർആൻ എടുത്തു നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഗതികേടാണ്. 150 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പണ്ഡിതന്മാര് അവർ അധ്വാനിച്ച അധ്വാനം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, പിൽക്കാലത്ത് വരുന്നവർക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റില്ല, ഇമാമാരെ പിന്തുടരത്തില്ല. അവരൊക്കെ ഓൾഡ് ജനറേഷൻ തള്ളിക്കളഞ്ഞ കാലഘട്ടം വരും. ഖിയാമത്തിനാണ് സൂക്ഷിക്കണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാന്മാരുടെ എല്ലാം പാദങ്ങൾ നമ്മൾ പിൻപറ്റണം. അവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അവരെ ചേർത്ത് പിടിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഹജ്ജ്, ആ ഹജ്ജിന് വേണ്ടി വന്നാൽ സഫയിലും മറവയിലും സഞ്ചരിക്കണം. ഏകദേശം 1/2 കിലോമീറ്ററോളം ഉണ്ട്. 7 ഭാഗം 1/2 കിലോമീറ്റർ ഉണ്ട്. ആ പാദത്തിന് ഒരു ചരിത്രമുണ്ടല്ലോ. മഹാനായ ഹാജറ അലൈഹിസ്സലാം സഞ്ചരിച്ച വഴിയാണല്ലോ. പ്രവാചക പത്നിയുടെ പാദസർമ്മമേറ്റ വഴിയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ വഴിയെ നിങ്ങൾ നടക്കണേ. ആരെ അനുസ്മരിക്കുന്നു? ഓരോ വർഷം ആണ്ടുകൾ ഉമ്മയും വാപ്പയും വിടവെടിഞ്ഞു പോകുന്നു, മരണപ്പെട്ടു പോകുമ്പോ നിങ്ങൾ ഒരു വർഷമെങ്കിൽ കൂടെ ഒരു വർഷം നമ്മൾ പറയുന്നതാണ്. 1 വർഷം തന്നെ വേണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് ഓർക്കണം. അവർക്ക് വേണ്ടി യാസീൻ ഓതി ഹദിയ ചെയ്യണം. അത് ഖുർആൻ അവർക്ക് എത്തണ്ടേ, അത് ചെയ്യണം. ഇത് കാണിച്ചു തരുന്ന ഇസ്ലാം. ഓരോ കൊല്ലം കാണിച്ചു തരികയാണ്. ഹാജറമ്മയെ പറ്റി ഓർക്കണം, ഇബ്രാഹിം നബിയെ ഓർക്കണം, ഓർഹിയത്ത് ഓർക്കണമെന്ന് വലിയ സുന്നത്ത് കാണിച്ചിരുന്നു. ഹജ്ജിന്റെ കർമ്മം കാണിച്ചിരുന്നു. അതുകൊണ്ട് ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായ രീതിയിൽ, തൗഹീദിനെതിരാവാത്ത രീതിയിൽ നമ്മൾ ഇസ്ലാം പഠിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. തൗഹീദിന് അതിനമായ രീതിയിൽ നമുക്കറിയാം എന്താ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതിനെ തള്ളിക്കളയണം. അങ്ങനെ ജീവിക്കണം. അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു വിശ്വാസത്തിൽ ജീവിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചാണല്ലോ, എന്റെ ഉമ്മത്ത് അത് ഒരുപാട് ഗ്രൂപ്പുകളും വിഭാഗങ്ങളും ചിതറിപ്പോകും, വല്ലാത്ത അവസ്ഥയായിപ്പോകും. അപ്പോ ഞാനും എന്റെ സ്വഭാവം പാരമ്പര്യമായി കാണിച്ചു വന്നൊരു കാര്യമുണ്ട്, പണ്ട് മുതലേ ചെയ്തു വന്ന കാര്യം. ആ കാര്യത്തിന് എവിടെ എതിര് കാണിക്കുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. നമ്മുടെ വാപ്പായും ഉപ്പാപ്പായും ഉമ്മായും അവര് വന്നൊരു വഴി അവിടെ കാണിച്ചു കൊടുത്തതല്ലേ. അപ്പോഴാണ് അവർക്ക് അറിയില്ലാത്ത ആൾക്ക്, ഉപ്പാപ്പാക്ക് അനുഭവം ഖുർആൻ കാണാത്തവർ,
അവർ ഹദീസ് കണ്ടിട്ടില്ല. പിന്നെ അവർക്ക് കാണിച്ചു കൊടുത്ത ആളാരാണ്? ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇൻജക്ട് ചെയ്യുന്ന ചില വിഷയങ്ങൾ. നിങ്ങൾ അതൊന്നും പെട്ടുപോകരുത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാരമ്പര്യമായ ഒരു സുന്നത്താണ് ഇതിനെ എടുത്തു പറഞ്ഞു. അന അസ്ഹാബി, ഞാനും എന്റെ സഹാബും. ആ സഹാബത്തിനെ ഫോളോ ചെയ്തിട്ട് ഇമാം ഷാഫി തങ്ങൾ കടന്നു വന്നത്, ഇമാം അബൂ ഹനീഫ ഇമാം കടന്നു വന്നത്, ഇമാം മാലിക് ഇമാം കടന്നു വന്നത്, ഇമാം ഹംബലി ഇമാം കടന്നു വന്നത് അവരെ ഫോളോ ചെയ്തല്ലേ? ആ ഫോളോ ആണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഇമാം മദ്ഹബിന്റെ ഇമാമാരെ നമ്മൾ പിടിക്കണം. ഡയറക്റ്റ് ഖുർആനും ഹദീസ് എടുത്താൽ നമുക്ക് എന്തറിയാൻ പറ്റും? ഒരു ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എടുത്താൽ അതിന്റെ ആയത്ത് ഖുർആന്റെ ട്രാൻസ്ലേഷൻ കൊണ്ട് എന്ത് കിട്ടും? ആ ഖുർആൻ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 70 ഒട്ടകങ്ങളെ ചുമക്കാനുള്ള വലിയ രീതിയിലുള്ള കിതാബ് മാത്രം. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ അർത്ഥം മാത്രം പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ നമ്മൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ അർത്ഥമാണ്, അതിന്റെ ആശയമാണ് എന്താണെന്ന്. ഇന്ന് തഫ്സീറുകൾ ഇല്ലല്ലോ. തഫ്സീറുകളെല്ലാം കുഴിച്ചുമൂടുകയാണ്. മുൻഗാമികളെല്ലാം കുഴിച്ചുമൂടി. ഇനി ഡയറക്റ്റ് മാത്രം ഖുർആനും ഹദീസും. അത് പാടില്ല ഒരിക്കലും. തറക്തു ഫീക്കും അംറൈനി, രണ്ട് കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. കിതാബുല്ലാഹി വ സുന്നത്തു റസൂലി, അല്ലാഹുവിന്റെ കിതാബിനെ ഖുർആനെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഹദീസല്ലോ അതിനെ പഠിക്കേണ്ടതുപോലെ, പഠിപ്പിച്ചു തന്നതിനെ പഠിക്കേണ്ടതുപോലെ, ഉൾക്കൊള്ളുന്നതിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഖുർആനിന്റെ ആശയ ഗാംഭീര്യമായ തഫ്സീറുകളെ ഉൾക്കൊള്ളണം. പണ്ഡിതന്മാരെ പിടിക്കണം. അവർ പഠിപ്പിച്ച വഴിയെ ഉൾക്കൊള്ളണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ ഷാഫി ഇമാം ഇവിടെ ജീവിച്ചത്? താബിയാണല്ലോ. അവിടുത്തെ ഉസ്താദ് മാലിക് താബിയാണോ? അവർക്ക് കാണിച്ചു തരാത്തൊരു മാതൃക നമുക്ക് വേണ്ട. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികൾ ഹറമിലുമാണ്, മിനയിലേക്ക് യാത്രയാണ്. അല്ലാഹു അവർക്ക് ഇജാബത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇജാബത്ത് കൊടുത്ത്